നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെടാത്തവരെ പോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ജീവിതം. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടോ, അവരെ കണക്കാക്കി ജീവിക്കുക. സ്വന്തം കഴിവിലും പരിശ്രമങ്ങളിലും മാത്രം വിശ്വസിച്ച് ജീവിക്കുക. ആരെല്ലാം ഡിപ്പെൻഡ് ആവരുത് ജീവിതത്തിൽ. നിങ്ങളൊരു ഹോട്ടലിൽ ഒരു സ്ത്രീയിലോ ഒരു പുരുഷനിലോ ഡിപ്പെൻഡ് ആയാൽ അവരില്ലാതാകുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി ചെയ്താൽ ഇവിടെ പഴംപൊരി ബീഫെന്ന് എഴുതി വെച്ചിട്ട് ചേട്ടൻ കുറിച്ചെടുക്കട്ടെ, നമ്മൾ പറഞ്ഞ് എടുത്ത് പോകുമ്പോൾ ഒരു പ്ലേറ്റ് ഞാൻ പോണത് കൊള്ളാൻ കേട്ടോ. ശരിയാണ്, ഇവിടെ വന്നപ്പോൾ പനിയുടെ കാര്യം വരെ മറന്നുപോയി. കിടില സ്പോട്ടാണ് കേട്ടോ അവിടെ, ഒരു രക്ഷയില്ല. സൂപ്പർ 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 സൂപ്പർ. അപ്പോൾ ഭയങ്കര കാമാണ് കേട്ടോ, എന്നിട്ട് അതേപോലെ തന്നെ സംഭവം നൈസ് കേട്ടോ. പക്ഷേ ഓരോ ദിവസം പോകുന്നവരും ഓരോന്ന് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. സൂപ്പർ. എനിക്ക് വേണം ഇതിൻ്റെ മേള കയറി പോകാൻ പറ്റില്ല എന്നാ റിസ്ക് എടുത്തൊക്കെ. നമ്മൾ അന്ന് പോയാലൊരു ട്രക്കിങ്ങിന് പറ്റിയ സ്പോട്ടല്ലേ, നല്ല രീതിയിലൊരു പ്രോപ്പർ ട്രക്കിംഗ് ഷോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വലിഞ്ഞ് കയറാം. സൂപ്പർ വൈബായിരിക്കും. സാധനങ്ങൾ ട്രക്കിങ്ങിൻ്റെ ആക്സസറീസ് എല്ലാം കൂടെ ചേർക്കും. പ്രോപ്പർ ട്രക്കിംഗ് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ പൊളിയായിരിക്കും. സൂപ്പർ. നമുക്ക് എന്തായാലും അങ്ങോട്ടൊക്കെ ഇറങ്ങി നോക്കാം. ഇത്രയും നമ്മൾ ട്രക്ക് ചെയ്ത് വന്നു, അങ്ങേരൊക്കെ അവിടേക്കാണ്. ഇങ്ങനെ ട്രക്ക് ചെയ്ത് കുറച്ച് പോകാൻ പറ്റും. അങ്ങനെ അപ്പുറമൊന്നുമില്ല. ഇവിടുത്തെ ഈ കാട്ടിലൊക്കെ എന്താണ് സംഭവം എന്ന് ആർക്കറിയാം. കണ്ടായിരുന്നോ? ഇവിടെ നിന്നാണ് റിസ്ക് എടുത്ത് ഇങ്ങനെ കയറി പോവാ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വന്ന് ഇത്ര തന്നെ ഇവിടെ വരണ പൊളി. ഒമ്പോ ശരിക്കും പറഞ്ഞാൽ 5:11 നമ്മളിത്രയും നേരം ഇവിടെ ആയിരുന്നു. ഇവിടെ വന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം ക്യാമറയും ചാർജിലിട്ടു. ഇപ്പോൾ ക്യാമറ ചാർജിൽ നിന്ന് എടുത്തു പോയി. പനി തന്നെ ഒട്ടും വയ്യ കേട്ടോ, ഭയങ്കര ശരീരം അത്, ഒരു രക്ഷയില്ല. സോ അതൊക്കെയാണ് പരിപാടി. ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുള്ളി എക്സ്പ്ലോർ ചെയ്ത് കേട്ടോ. ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല. നമ്മൾ നേരത്തെ വന്നപ്പോൾ 2 പേരുന്നില്ല, അവർ പോയിട്ട് കുറേ നേരം. സോ വളരെ കാമും തീരെ ഇടാനായിട്ടുള്ള സ്പോട്ട് തന്നെയാണ് കേട്ടോ. ആരും തന്നെ ഇല്ല. കുളിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞത് നടന്നു. കാലെങ്കിലും ജസ്റ്റ് ഒന്ന് കഴുകണത്. എന്തായാലും ഷൂവിൻ്റെ അകത്തൊക്കെ വെള്ളമായി. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഹെവി റിസ്കി സ്പോട്ട് തന്നെയാണ്. രണ്ടൊക്കെ ഇറങ്ങും. ഗ്ലാസ് വെള്ളടി ഉണ്ടോ? പിന്നെ ഇല്ലായിരിക്കും. ഞാൻ പണ്ട് വന്ന മറ്റേ സ്പോട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട് കോളേജിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ്. ഒരു മഴക്കാലമായിരുന്നു. എൻ്റെ അമ്മയെ അന്ന് എന്തായിരുന്നു ഇവിടെ, എന്നാൽ ഇതാണെന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലാണ്. എന്തായാലും ആ കാലിലെ കെട്ടൊക്കെ ഊരി കളയായിരുന്നു അല്ലേ?
കാലിലെ കെട്ടൊന്ന് ഊരിക്കളയോ. സൺഗ്ലാസ് വെച്ച് വെറുതെയാണ് കേട്ടോ. ഇത് അഹങ്കാരമാണ് എന്നൊന്നും വിചാരിക്കുന്നു. ചിലരങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. സൺഗ്ലാസ് വയ്ക്കുന്ന അഹങ്കാരമല്ല, വെറുതെ വെക്കുന്നത്. ഫോട്ടോഷൂട്ട് എടുത്തപ്പോൾ വെച്ചതാണ്. ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇരിക്കട്ടെ ഒന്നും പറയില്ല. അന്ന് ശാന്തിയോളം ഹോസ്പിറ്റലിൽ നിന്ന് പോയി ചെയ്തു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോളി കേട്ടോ. ഒരു രക്ഷയില്ല. ശുദ്ധമായ വെള്ളം. വാനം തൂവുന്ന പൂങ്കുളിരേ, വാനം തൂവുന്ന പൂങ്കുളിരേ, കണ്ടുപോയെന്റെ കാതലിയെ നിറയേ കണ്ണീരയേ, പെയ്തിറങ്ങുന്നോരോർമ്മയിലേ, പെയ്തിറങ്ങുന്നോരോർമ്മയിലേ, തീയ കാതലിയെ. നഷ്ടങ്ങളാണ് നമ്മുടെ ജീവിതം. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെടാത്തവരെ പോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. അതാണ് ജീവിതം. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവരെ കണക്കാക്കി ജീവിക്കുക. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുമെന്ന് വാശി പിടിക്കരുത്. അങ്ങനെ ഒരു മനുഷ്യനും ഇല്ല. എല്ലാ വ്യക്തികൾക്കും ഹേറ്റേഴ്സ് ഉണ്ടാവും. എത്ര നല്ലവനാണെങ്കിലും എത്ര ആണെങ്കിലും. അങ്ങനെ അല്ലെങ്കിൽ എന്നൊക്കെ പറയും. എൻ്റെ അമ്മ എന്തൊരു പറക്കുന്നു. പാർക്കുതി. മഴക്കാലം എനിക്കായി മയിൽ തേലുള്ള പെണ്ണേ നിന്നെ തന്നെ വിഴിമൂടി മനമാകെ കളിരാടുന്ന സ്നേഹം ഞാനറിഞ്ഞ് പറയാനും വയ്യ ചെയ്യാനും വയ്യ പലനാളിൽ ഉറങ്ങാൻ കഴിയില്ല. സോ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. എനിക്ക് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ലൈഫ് ഒരു യൂട്ടേൺ എടുത്തത് തന്നെ എൻ്റെ ലൈഫിൽ വന്ന ഒരു വ്യക്തിയുടെ വരവും എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളും. ആ വ്യക്തി കൊണ്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാ വ്യക്തികളെയും അങ്ങനെയാണ്. അവർ നമുക്ക് ഒരുപാട് നല്ലതും ചെയ്തിട്ടുണ്ടാവും, അവർ നമ്മളെ ലൈഫിൽ ഒരുപാട് തെറ്റും ചെയ്തിട്ടുണ്ടാവും. സോ ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. സോ വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി വാർണവർ എന്ന സിനിമയിൽ മെയിൻ ടാഗ്ലൈനാണ്. സോ അത് തന്നെയാണ്. ഇറ്റ്സ് എ റിയൽ ഫാക്ട്. വാട്ട് എവർ ഹാപ്പൻസ് ഇൻ അവർ ലൈഫ് ഹാസ് ടു മൂവ് ഓൺ എന്നാണ്. ഒന്നും നമ്മുടെ ഇതിന് ഇതാവരുത്. എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ല. സോ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുക. നമ്മളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് വാശി പിടിക്കരുത് ഒരിക്കലും. പല ആൾക്കാരും കാമുകി തേച്ചിട്ട് പോയി, അല്ലെങ്കിൽ കാമുകി കുറേ 12 വർഷത്തിൻ്റെ പ്രണയത്തിൽ കഴിഞ്ഞിട്ട് ഡീപ്പായിരുന്ന കാമുകി പെട്ടെന്നൊരു ദിവസം നിർത്തിപ്പോയി എന്താ പറയുക, തൂങ്ങി മരിച്ച ആൾക്കാർ പുരുഷന്മാരുണ്ടായിരുന്ന ഒരു നാടാണ്. ബട്ട് നമ്മളൊരിക്കലും അങ്ങനെ തീരേണ്ടതല്ല ഒരു പുരുഷന്മാരുടെയും ഒരു സ്ത്രീകളുടെയും ജീവിതം. സോ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ശരിക്കും എത്ര തവണ തൂങ്ങി മരിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു 100 തവണയെങ്കിലും ചെയ്യേണ്ട കാര്യം. സോ അതാണ് ഇപ്പം പേഴ്സണലി ഇപ്പം നമ്മളും പൂർണ്ണമായിട്ടെല്ലാം ശരിയാണെന്ന് ഒരിക്കലും പറയാനില്ല. നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ ഇത് വലിയ സംഭവം, വലിയ തെറ്റുകളൊന്നും അല്ലെങ്കിലും അതും കുറേ തെറ്റുകളാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സൈഡിലും കുറേ തെറ്റുകളുണ്ടാവും. പക്ഷേ അത് നമുക്കൊരിക്കലും നമ്മുടെ തെറ്റുകൾ ആദ്യം മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നെയായിരിക്കും നമ്മൾ അതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ. അപ്പോൾ ലൈഫിൽ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ പ്രണയം നിൽക്കുന്ന ആൾ, നിങ്ങൾക്ക് ലൈഫിലൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ചെയ്തു പോകാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ റിലേഷൻഷിപ്പ് ആണെങ്കിലും വിവാഹമാണെങ്കിലും പ്രണയമാണെങ്കിലും മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. സോ അതൊക്കെയാണ് അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ
നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ ജീവിതം മുന്നിലേക്ക് നല്ല രീതിയിൽ പോകും. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ നമ്മളെ ലൈഫ് ഒരിക്കലും മുന്നിലേക്ക് നല്ലതായിട്ട് പോകില്ല. സോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. മറ്റുള്ളവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമ്മളിവിടെ പലരും ഉണ്ട്. അപ്പം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നേരത്തെ ഞാൻ ചറക്കി വീണത്. നേരത്തെ ഇവിടെ ചറക്കി കേട്ടോ, ഭയങ്കര ചറക്കലായിരുന്നു. പോവാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും. എൻ്റെ ലൈഫിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പം എൻ്റെ അവസ്ഥ കണ്ടിട്ടെങ്കിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. എനിക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണൽ കാര്യങ്ങൾ പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അത് ബാക്കി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. സോ ലൈഫ് തന്നെ ഒരു യൂട്ടേൺ എടുത്ത ഒരാളാണ് ഞാൻ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് എൻ്റെ ചില ഫ്രണ്ട്സ് ചേട്ടന്മാർക്ക് പറഞ്ഞായിരുന്നു. ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർ ചിലപ്പോൾ കാണാത്തോണ്ടായിരിക്കും കേട്ടോ. നിങ്ങളുടെ ഷൂ അവിടെ ഉണ്ട്, അവിടെ അല്ലേ? ഇവിടെയാണ് പോകാനുള്ളത്. അതെ, പോവാം. കമോൺ. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല. വേറൊരു ദിവസം ഒരു സ്പെഷ്യൽ വ്ളോഗ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ലൈഫിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു വ്ളോഗ്. അത് ഇതിൻ്റെ ഇടയിൽ വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അത് മറ്റൊരു ദിവസം ചെയ്യും. സോ അതൊക്കെയാണ് ഫ്രണ്ട്സ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും അക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് പറയുന്ന ഒരു വ്ളോഗ് വരുന്നതായിരിക്കും. അത് ഇതേപോലെ ട്രാവൽ വ്ളോഗിൻ്റെ ഇടയ്ക്ക് വേണ്ടെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. എൻ്റെ കുടുംബത്തിലെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരാൾക്ക് വേണ്ടി ഞാൻ എല്ലാവരെയും വെറുപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഇന്ന് അയാളില്ല എന്നുള്ളതാണ്. വളരെ ഡീപ്പായിട്ടുള്ള പ്രണയങ്ങളാണ്. സോ ഇതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറൊക്കെ ആയിട്ട് കുറേ വർഷങ്ങളായി. എൻ്റെ ഈ ട്രാവൽ വ്ളോഗും പരിപാടികളൊക്കെ തള്ളിപ്പോയത് തന്നെ മെയിൻലി അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ നടന്നുകൊണ്ടാണ്. എനിക്ക് ലേറ്റായിട്ട് ഇതിൽ ഒരുപാട് വർഷങ്ങൾ തള്ളിപ്പോയി. ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. ഇല്ലായിരുന്നെങ്കിൽ ഒരു 2-3 വർഷം മുമ്പേ ഞാൻ ഈ യൂട്യൂബിൽ വരേണ്ട ഒരാളാണ്. വൈകിപ്പോയത് അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. നമ്മളിപ്പോൾ ഒരു 5-5:30 ആയിട്ടുണ്ടാകും. നമ്മൾ പതുക്കെ തിരിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു സ്ഥായിയായ ഭാവം ഇതാണ്. അത് ഞാൻ പിടിച്ചങ്ങ് പോകുന്നു. എനിക്കിനി അഹങ്കാരമാണ്, ജാടയാണെന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ട. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ദേഷ്യവും സന്തോഷവും എല്ലാം വരുന്ന ഒരു സാധാരണ ഒരു മനുഷ്യൻ. പെരുസൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഈ പ്ലേസിനോട് ഗുഡ് ബൈ പറഞ്ഞ് പോകാനായിട്ടുള്ള സമയം. പതിയെ ട്രക്ക് ചെയ്ത് പോവാം. സോ നടന്നു പോവാണ്. ഏകയൊക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് കൂടുന്നു, ഇടയ്ക്കിടയ്ക്ക് കുറയുന്നു. അതെ അതെ. ഈ സ്പോട്ടെന്ന് പറയുന്നത് ഇരിഞ്ചയത്താണ്. ഇരിഞ്ചയം വാട്ടർഫാൾസ് എന്നാണ് ഈ സ്പോട്ടിൻ്റെ പേര്. ഗൂഗിൾ മാപ്സ് ഇടുക വരിക. സൂപ്പർ, സോ ഹിഡൻ, സോ സൂത്തി. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ആരുമില്ല, നമ്മൾ മാത്രം. 2 പേരുണ്ടായിരുന്നു, അവർ പോയി. വേറെ ആരുമില്ലായിരുന്നു. അടിപൊളിയാണ്. സോ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക. നമ്മൾ നടന്ന് നമ്മളെ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. സ്വന്തം കഴിവിലും പരിശ്രമങ്ങളിലും മാത്രം വിശ്വസിച്ച് ജീവിക്കുക. ആരിലും ഡിപ്പെൻഡ് ആവരുത് ജീവിതത്തിൽ. നിങ്ങളൊരു ഹോട്ടലിൽ ഒരു സ്ത്രീയിലോ
ഒരു പുരുഷനിലോ ഡിപ്പെൻഡ് ആയാൽ അവരില്ലാതാകുമ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതില്ലാതാകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അത് നമ്മൾ ടോട്ടലി അവരിൽ ഡിപ്പെൻഡ് ആവണമെന്നാണ്. സോ എന്ത് റിലേഷൻഷിപ്പായാലും ഭാര്യയാണെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ ടോട്ടലി അവരിലേക്ക് ഡിപ്പെൻഡ് ആവാതിരിക്കുക. അതാണ് ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ ഒരു ടിപ്പുമാണ്. എൻ്റെ ഇത്രയും വർഷത്തെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങളാണ്. സോ ആരിലും ടോട്ടലി ഡിപ്പെൻഡ് ആവാതിരിക്കുക. അതാണ് ഇന്നത്തെ വ്ളോഗിലെ മെയിൻ സംഭവം. അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്ത് എക്സ്പീരിയൻസ് മുഴുവനായിട്ട് അക്വയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മളെ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ അതൊക്കെയാണ്. നമുക്ക് പോണ വഴിക്ക് ചായ വല്ലതും കുടിക്കണം. നേരെ വീട്ടിലേക്ക്. അയ്യ, നല്ല പനി കൂടി, തലയൊക്കെ വേർത്ത് കണ്ടില്ലേ. പിന്നെ വീഡിയോ അതെ, പുള്ളിയുടെ ഒരു ഫ്രണ്ട് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മെയിൻലി പോകണം. ഇപ്പോൾ പോകില്ലായിരുന്നു, ഇനി ഇരുന്നിട്ടേ പോകാമായിരുന്നു. സോ അടുത്ത ആൻറ്റി താങ്ക്സ്. സോ നിങ്ങളാരെല്ലാം ഡിപ്പെൻഡ് ആവാതിരിക്കുക. അത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം. ഇനി ഓരോരോ പാഠങ്ങൾ ഞാൻ ഓരോ വ്ളോഗിലൂടെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എനിക്ക് പനി നന്നായിട്ട് കൂടി ഫ്രണ്ട്സ്. ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ, തലയൊക്കെ നീരിറങ്ങി പനി കൂട്ടി ടാസ്ക് ആയിരിക്കും. സോ അപ്പോൾ ബൈ. നിങ്ങളൊന്നൊരു നല്ലൊരു വ്യക്തിയാണ്. ചായ കുടിക്കാമെന്ന് പറഞ്ഞ് കയറി ചെയ്താൽ ഇവിടെ പഴംപൊരി ബീഫെന്ന് എഴുതി വെച്ച് ചേട്ടൻ കുറിച്ചെടുക്കട്ടെ. നമ്മൾ പറഞ്ഞെടുത്ത് പോകാൻ ഒരു പ്ലേറ്റ് ഞാൻ പോകണം. കൊള്ളാൻ കേട്ടോ. അടിപൊളി ചായ. ഇത് കുടിക്കുക, സ്ഥലം വിടുക. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ട്രിവാൻഡ്രത്ത് ഹിഡൻ സ്പോട്ടുകൾ തപ്പിയെടുക്കുന്ന ആൾക്കാർക്ക് ഇത് അയച്ചു കൊടുക്കാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നിലേക്ക് വരാൻ പറ്റൂ. സോ അപ്പോൾ പറഞ്ഞ പോലെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. പോകാൻ നിൽക്കാം. പനിയാണ്, അയ്യ. അതാണ് ഇന്ന് വലിയതായിട്ട് നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ മെയിൻ കാര്യം. സോ അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ